നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ്. കുഞ്ഞുങ്ങളോടൊരു പ്രത്യേക സ്നേഹം എനിക്കുള്ളത് കൊണ്ടാണ് ഈ ചിക്കനെ പിടിക്കുന്നത് കേട്ടോ. പക്ഷേ അങ്ങനെ ചിന്തിക്കരുത്, എപ്പോഴും ചെയ്യരുത്, സമ്മറിൽ പ്രത്യേകിച്ച്. ഇനി ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാ വേണ്ടിയെന്ന് നോക്കിയോ. ഇത് ചെയ്യാൻ പോകുന്ന വെളിച്ചെണ്ണയിലാണ്. ഇതിന് വേണ്ടിയ എല്ലാ മസാലാസും വേണം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, പിന്നെ കുറച്ച് നാരങ്ങ. ഈ മസാല എല്ലാം നമ്മൾ ഇടണം. പിന്നെ അതേപോലെ കുറച്ച് ഉള്ളി വേണം, സവാളയാണ് ഇത് അരിഞ്ഞേക്കുന്നത്. പിന്നെ ഇത് 1 കിലോ കോഴിയുണ്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പച്ചമുളക്, ടൊമാറ്റോ, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പെരിഞ്ചീരകവും. ഇത്രയും സാധനമാണ് വേണ്ടിയത്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ ചട്ടിക്കകത്ത് ഇറച്ചി മീനും വെക്കുന്ന ഏറ്റവും നല്ല സ്വാദാന്ന് പറയുവേ. എപ്പോഴും അങ്ങനെ നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ അങ്ങനെ ഒന്നും എടുക്കാതെ നമ്മൾ ഈ കറിയൊക്കെ ഒന്ന് ചട്ടിക്കകത്ത് വെച്ച് നോക്കിക്കേ. നമുക്ക് അടുപ്പില്ലെന്നുള്ള പ്രയാസമല്ലേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ചട്ടിയിൽ വെച്ചാൽ ഇതിനേക്കാട്ടിലും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ചട്ടി ഞാൻ എടുത്തില്ല. ഇപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാനേ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഈ സെയിം സാധനം നമ്മൾ ചട്ടിയെ ചെയ്തേച്ചാൽ മതി കേട്ടോ. അത് മീൻ ചട്ടിക്ക് ഒരു പ്രത്യേക ചട്ടിയും ഇറച്ചിക്ക് ഒരു ചട്ടിയും വെച്ചേച്ചാൽ മതി. അപ്പോൾ ആ ഒരു എന്നാ പറയുക, നമ്മൾ എത്രയായാലും മീൻ ചട്ടി എടുക്കുമ്പോഴത്തേക്ക് ആ മീനിൻ്റെ ഒരു മണം വരും. അതേപോലെ ഇറച്ചിക്കൊരു പ്രത്യേകം, മീനിനൊരു പ്രത്യേകം. ആദ്യം ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിക്കുക. ഇതിനകത്തോട്ട് മസാല എല്ലാം ഇടുക. കുറച്ച് ജാതിപത്രി, 3-4 ഏലക്ക, അതേപോലെ തന്നെ ഗ്രാമ്പു, പിന്നെ കുറച്ച് പെരിഞ്ചീരകവും. ഇത് ചൂടാവാനോ ഏലക്ക പൊട്ടാനോ ഗ്രാമ്പു പൊട്ടാനോ അധികം നേരം വേണ്ട. അധികം നേരം കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാമ്പു നല്ലോണം പൊട്ടും, നമ്മുടെ മേത്തെല്ലാം എണ്ണ തെറിക്കും. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ ഞാൻ ഇച്ചിരി ഉള്ളി അങ്ങ് ഇടുക. 1 കിലോയ്ക്ക് 4 മീഡിയം സൈസ് ഉള്ളി അതിൻ്റെ ഒരു കണക്കെ. ഇതിനകത്തോട്ട് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. 1 കിലോ ആണെങ്കിൽ 3 ടീസ്പൂൺ ആ കണക്ക്, അതനുസരിച്ച് ചേർത്തോണം. പിന്നെ ഇടേണ്ടത് കുറച്ച് പച്ചമുളക്, ഉള്ളി ഒരു ഇച്ചിരി വാടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടൊമാറ്റോ. ഇപ്പം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, ടൊമാറ്റോ ഇതെല്ലാം ചേർത്തു. ശരിക്കും ഒരു ചിക്കൻ കറി വെക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കറി വെക്കുമ്പോൾ ചിക്കൻ ആദ്യമേ അങ്ങ് ഇടണമെന്ന് പറഞ്ഞേ. അന്നേരം ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയുടെ എല്ലാ ഫ്ലേവേഴ്സ് അതിനകത്തോട്ട് നല്ലോണം ഉള്ളിലേക്ക് ചിക്കനകത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പ വഴി അങ്ങനെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് വെന്ത് പോവുകയും ചെയ്യും, ആ ഫ്ലേവേഴ്സ് എല്ലാം ചിക്കനകത്ത് കയറുകയും ചെയ്യും. അപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ ആ ചിക്കൻ ഇതിനകത്തോട്ട് ഇടാൻ പോവാണേ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇടുക. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില. ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഒലത്ത് ഇതെല്ലാം നല്ലതായിട്ട് ആ ചിക്കനെ പിടിച്ചൊക്കെ വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല സ്വാദ്. ഇത് ഞാൻ ആദ്യമൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് തർക്കിക്കുമായിരുന്നു. പക്ഷേ പിന്നെ അല്ലേ ചെയ്തപ്പം ശരിയാ, അമ്മമാരൊക്കെ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പം നമ്മൾ ആ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. അതായത്
ആ ഒരു പച്ച ഒക്കെ മാറി ആ ചിക്കൻ ഇച്ചിരി വെന്ത് വരുക. ഈ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരു ഇച്ചിരി ആ പൊടി അങ്ങിട്ട് കൊടുക്കണേ. കുറച്ച് മഞ്ഞൾപ്പൊടി. ചിക്കൻ റോസ്റ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഗ്രേവി വേണ്ട. കുറച്ച് മുളക് പൊടി. പച്ചമുളകിൻ്റെ എരിവുണ്ട്, പക്ഷേ ഇത് കാശ്മീരി മുളകാണ്, അതുകൊണ്ട് ഒരുപാട് എരിവ് കാണുകയില്ല, അതിന് നിറവേ കാണത്തുള്ളൂ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഇതേപോലെ 4 ടീസ്പൂണാണ് 1 കിലോ കണക്കിന്. മുളക് പൊടി അതെ 4 ടീസ്പൂൺ ആയിട്ടുണ്ട്. ഗരം മസാല നമ്മൾ പൊടിക്കുന്നതാണേൽ ഒരു 3/4 ടീസ്പൂൺ 1 കിലോയ്ക്ക് കിട്ടും. മേടിക്കുന്നതാണെങ്കിൽ അതിനേക്കാട്ടിൽ ഇച്ചിരി കൂടി കുറച്ചിട്ടേച്ചാൽ മതി. കാര്യം അതിനകത്ത് പട്ടയുടെ ഒരു ചുവയുണ്ടല്ലോ, ഇച്ചിരി മുന്നിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അത്ര ഇടണ്ടേ. കുരുമുളക് പൊടിയേക്കാട്ടിലും ഏറ്റവും ടേസ്റ്റ് വരുന്ന ചതച്ച മുളക് ഇടുമ്പോഴാണ്. ഇനിയിപ്പോൾ അതല്ല നമ്മുടെ ഇതേ ഉള്ളൂ എന്ന് വെച്ചാൽ എന്നെ എടുക്കും, അല്ല അതെല്ലാം ഇടാനൊക്കത്തുള്ളൂ. എല്ലാം നമ്മൾ ചേർത്തില്ലേ. ഇത് ശരിക്കും നമ്മളൊരു നാടൻ സ്റ്റൈലിലാണ് വെക്കുന്നത്. പക്ഷെ ഞാൻ ഇതിനകത്തൊരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ എന്താ പറയുക, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണലാണ്, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് വരും. ഇപ്പം നമ്മൾ ആ ചേർത്തേക്കുന്ന പൊടി എല്ലാം നല്ലോണം മൂത്ത് കഴിഞ്ഞു. ആ ചിക്കനിലോട്ട് ആ പൊടിയെല്ലാം പിടിക്കാൻ തുടങ്ങി. ആ ചിക്കനകത്ത് ഊറി വരുന്ന വെള്ളം കംപ്ലീറ്റ് ആ പൊടിയായിട്ട് ഇങ്ങനെ ചേരുവാണ്. ഏറ്റവും ടേസ്റ്റ് ആ ചിക്കൻ്റെ സ്റ്റോക്കിൽ തന്നെ നിന്ന് വേവുന്നതാണ്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഞാൻ പറയും, നമ്മൾ ഈ കനലിൽ ചിക്കൻ വെച്ച് വേവിച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് എന്ന്. നമുക്ക് എന്തായാലും അടുപ്പ് കനലൊന്നും ഇല്ല, അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്മേ വെക്കാനേ ഒക്കത്തുള്ളൂ. അന്നേച്ച് വലിയ തീ ഓഫ് ചെയ്തേക്കുക. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നാരങ്ങാ നീരും കൂടെ പിഴിയുക. ഇച്ചിരി പുളി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആവാം. നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരിയും കൂടെ ഒഴിക്കാം. ഇതിൽ വിനാഗിരി ഒഴിക്കാം നാരങ്ങ ഇല്ലെങ്കിൽ. ഇത് എന്നാണേലും ഇച്ചിരി പുളി വേണവേ. ഒഴിച്ചേച്ച് ഇതിന് അതിൻ്റേതായ ഒരു സമയം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് അങ്ങനെ ആവത്തില്ല.